നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അറക്കുളം പഞ്ചായത്തിലെ ഈ വർഷത്തെ വിവിധ പദ്ധതികളുടെയും നിർമ്മാണ ഉദ്ഘാടനം 13-ന് മൂലമറ്റത്ത് നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ വളർന്നു നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് ആരോപണം. ഇടുക്കി ജില്ലാ കേഡറ്റ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. കോളേജ് ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡിലെ ഓടയ്ക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നിട്ടും നന്നാക്കുവാൻ തയ്യാറാകാതെ അധികൃതർ. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA അറിയിച്ചു. വാർത്തകൾ വിശദമായി. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അറക്കുളം പഞ്ചായത്തിലെ ഈ വർഷത്തെ വിവിധ പദ്ധതികളുടെയും നിർമ്മാണ ഉദ്ഘാടനം സെപ്റ്റംബർ 13-ന് മൂലമറ്റം ടൗണിൽ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. നിരവധി വ്യക്തികൾ യോഗത്തിൽ പങ്കെടുക്കും. തൊടുപുഴ പീരുമേട് താലൂക്കുകളെ ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന എറണാകുളം തേക്കടി റോഡ് യാഥാർത്ഥ്യമാവുകയാണ്. കൂടാതെ അശോകം മുതൽ മൂലമറ്റം പവർ ഹൗസ് വരെയുള്ള PWD റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിക്കുകയാണ്. മൂലമറ്റം കോട്ടമല റോഡ് സഞ്ചാരയോഗ്യമാവുന്നതോടുകൂടി എറണാകുളത്ത് നിന്നും തേക്കടിയിലേക്കുള്ള ദൂരം 40 കിലോമീറ്റർ കുറയുന്നതും ഇതുമൂലം യാത്രാ സമയം മണിക്കൂറുകൾ ലാഭിക്കാൻ സാധിക്കുന്നതുമാണ്. റോഡ് നിലവിൽ വരുന്നതോടുകൂടി ഈ വഴിയുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടാവും. കൂടാതെ മൂലമറ്റം മുതൽ തൊടുപുഴ വരെയുള്ള വ്യാപാരികൾക്കും പ്രദേശവാസികൾക്കും ഏറെ ഗുണപ്രദവുമാകും. സംസ്ഥാന സർക്കാർ 6,80,00,000 രൂപ ചെലവഴിച്ച് നടപ്പിലാക്കുന്ന മേൽപ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനവും അറക്കുളം ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തിൽ പൂർത്തീകരിച്ച പദ്ധതികളുടെയും നിർമ്മാണത്തിലിരിക്കുന്നതും ഉടൻ നിർമ്മാണം ആരംഭിക്കുന്നതുമായ പദ്ധതികളുടെയും ഉദ്ഘാടനവും സെപ്റ്റംബർ 13-ന് മൂലമറ്റം ടൗണിൽ സംഘടിപ്പിക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. യോഗത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 4,35,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. മൂലമറ്റം കോട്ടമല റോഡിന്റെ ആണ് പ്രധാനപ്പെട്ട റോഡായി കേട്ടത്. ഈ റോഡ് മൂലമറ്റം കോട്ടമല എന്നാണ് ഞാൻ നേരത്തെ മുതലേ നമ്മുടെ PWD ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗിക രേഖയിലെങ്കിലും കേരള ഗവൺമെന്റ് എറണാകുളം തേക്കടി റോഡായി പ്രഖ്യാപിച്ച് ശബരിമല വികസന ഫണ്ടിൽ പെടുത്തി ഈ വർഷം 7,80,00,000 രൂപ ആ റോഡിനായി അനുവദിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇടുക്കി തിരിയുന്ന അറക്കുളം അശോകവലയിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററിനടുത്ത് ദൂരത്തിൽ മൂലമറ്റം പവർ ഹൗസിന്റെ അടുത്ത് വരെ മൂലമറ്റം കോട്ടമല റോഡ് ആരംഭിക്കുന്ന അവിടം വരെ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള BMBC നിലവാരത്തിലേക്ക് ഉയർത്തുകൂടിയാണ്. പണി ആരംഭിക്കുന്നത് അശോകവലയിൽ നിന്നാണ്. അത് കഴിഞ്ഞാൽ റോഡ് കവറേജ് റോഡാണ് ആശ്രമം വരെ. ആശ്രമം ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് അതിൻ്റെ മുകളിലായി 1 കിലോമീറ്റർ 800 മീറ്റർ 1.8 ദൂരത്തിന് പണി തീരാനുണ്ട്. അതാണ് വാഹനങ്ങൾക്ക് സുഖമായി പോകാൻ കഴിയാത്തത്. അവിടുത്തെ പണി പൂർത്തീകരിക്കാനാണ് ഈ എല്ലാം കൂടെ ഇപ്പോൾ ഈ 6,80,00,000 രൂപ കേരള PWD ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിട്ടുള്ളത്. അതിനാകെ മുൻകൈയെടുത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യനായ ജലവകുപ്പ് മന്ത്രി ആ പ്രദേശത്തെ MLA കൂടിയായ പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിനാണ് അതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട പ്രേരകശക്തി. ഈ റോഡിന്റെ പ്രധാനം, ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി എറണാകുളത്ത് നിന്ന് തേക്കടിക്ക് പോകുന്ന മൂവാറ്റുപുഴ കോതമംഗലം അല്ലെങ്കിൽ വണ്ണപ്പുറം വഴിയുള്ള റോഡിലേക്ക് പോയാലും മൂലമറ്റത്തു കൂടി കുളമാവ് ഇടുക്കി വഴി പോയാലും കട്ടപ്പന വഴി പോയാലും പാലായി വഴി ഈരാറ്റോട്ട് വഴി പോയാലും എതിരെ പോയാലും അതിൽ നിന്നെല്ലാം വളരെ ലാഭകരമായി 40 കിലോമീറ്റർ
ആ 48 കിലോമീറ്റർ നമുക്ക് ദൂരം കുറഞ്ഞു കിട്ടുകയാണ്. അതുകൊണ്ട് സഞ്ചാരികൾക്കും യാത്രക്കാർക്കും ഏറ്റവും പ്രയോജനപ്പെടുന്നതാണ് ഇത്. ഈ തൊടുപുഴ ടൗണിൻ്റെ തന്നെ വികസനത്തിന് ഇത് ഉപകരിക്കുന്നതാണ്. കാരണം ആ പ്രദേശത്ത് ആ പീരുമേട് താലൂക്കിൽ നിന്ന് ഉപ്പുതറ, അതുപോലെ തേക്കടി, ഏലപ്പാറ ആ പ്രദേശത്ത് നിന്ന് ബസ് സർവീസ് ഇപ്പം തന്നെയുണ്ട്. ഈ ആശ്രമം വഴി ബസ്സില്ല. നമുക്ക് എളുപ്പവഴി ഉപ്പുതറയിൽ നിന്നൊക്കെ ബസ് സർവീസ് കട്ടപ്പനയിൽ നിന്ന് എല്ലാ വഴിക്ക് വരാൻ കഴിയും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ KS വിനോദ്, KL ജോസ്, ടോമി കുന്നേൽ, TK ശിവൻ നായർ, വിപിൻ, കേരള കോൺഗ്രസ് നേതാക്കളായ സിബി മാളിയേക്കൽ, ടോമി നാട്ടുനിലം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. വായനകൾ പുതിയ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പത്രവായനയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്നും ലോകത്തെ അറിയാനും വായനയുടെ ലോകത്തിലേക്ക് കുട്ടികളെ ആനയിക്കുവാനും പത്രങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെന്നും തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദീപിക നമ്മുടെ ഭാഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ പറഞ്ഞു. പാഠപുസ്തകത്തിലെ പാഠങ്ങൾ പഠിച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങി ഉന്നത പഠനം നടത്തിയ അപ്പുറത്ത് പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കണ്ടുകൊള്ളുന്ന വ്യക്തികൾ കിട്ടുന്ന അനുഭവമൊക്കെ ജീവിതത്തിൻ്റെ വളർച്ചയാക്കി മാറ്റത്തക്ക രീതിയിൽ ഉപകാരപ്പെടുത്തുമ്പോഴാണ് നല്ല വിദ്യാഭ്യാസം നടക്കുക. ആ ഒരു കാഴ്ചപ്പാടോടെ തന്നെയാണ് പാഠ്യപ്രവർത്തനങ്ങളിൽ നല്ല രീതിയിലുള്ള ശ്രദ്ധ നൽകുകയും നന്നായി പഠിപ്പിക്കുകയും വിദ്യാഭ്യാസ അധ്യാപകരാകുകയും പഠനത്തിൽ നല്ല പ്രവർത്തനത്തോടൊപ്പം തന്നെ ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തങ്ങളായ കഴിവുകൾ തിരിച്ചറിയുവാൻ പ്രോത്സാഹിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നൽകുകയും പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുടെ നിലയിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് പുത്തൻപുര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറൻ ഡോക്ടർ ജോർജ് തകിടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, ഹെഡ് മാസ്റ്റർ മധു കെ ജെയിംസ്, LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബിനീത വർഗീസ്, PTA പ്രസിഡന്റ് അഭിലാഷ് ജോസ്, ദീപിക സർക്കുലേഷൻ മാനേജർ ഷാജി ചിലമ്പിൽ, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജോബിൻ കളത്തിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ വളർന്നു നിൽക്കുന്ന വൻമരം അപകടഭീഷണി ഉയർത്തുന്നുവെന്ന് ആരോപണം. 3 കെട്ടിടങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന മരം ഒടിഞ്ഞു വീണാൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ആരോപിക്കുന്നത്. പലതവണ HMCയിൽ വിഷയം അവതരിപ്പിച്ചെങ്കിലും നടപടിയൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് പൊതുപ്രവർത്തകരായ ദിലീപ് പറഞ്ഞു. ഈ കാണുന്നത് ജില്ലാ ആശുപത്രിയുടെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഒരു വൻ മരമാണ്. ഈ മരം മുറിച്ചു മാറ്റി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കണമെന്നാണ് പറയുവാനുള്ളത്. കാരണം ഈ വൻ മരം ഈ കഴിഞ്ഞ മഴയത്തും കാറ്റത്തുമൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ കിടക്കുന്ന രോഗികളും സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ളവർ ഭയപ്പാടിലായിരുന്നു. കാരണം ഈ 4 ബിൽഡിങ്ങുകൾക്ക് തകരാർ സംഭവിക്കുകയും വൻ ദുരന്തമുണ്ടാവുകയും ചെയ്യും. ഈ വൻമരം അടിയന്തരമായി വെട്ടിമുറിക്കണമെന്നാണ് ആവശ്യം. കാരണം താലൂക്ക് വികസന സമിതിയിൽ 1 വർഷക്കാലമായി HMCയിലും താലൂക്ക് വികസന സമിതിയിലും ഈ മരത്തിൻ്റെ കാര്യം ഒട്ടേറെ പ്രാവശ്യം ബന്ധപ്പെട്ട അധികാരികളിൽ ബോധ്യപ്പെടുത്തിയിട്ടും ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റി ജനങ്ങളെ ഭയപ്പാടിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DYSP N ശിവദാസ് ക്ലാസ് നയിച്ചു. മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MAK ഫൈസൽ നേതൃത്വം നൽകി. കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. പേഴക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാൻഡി എബ്രഹാം ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജയ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DYSP N ശിവദാസ് ക്ലാസ് എടുത്തു. അനാവശ്യമായി ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പിടിച്ച് നിയമത്തിന് മുന്നിൽ എത്തിക്കുക, ഇത്തരം പ്രവർത്തനങ്ങൾ തടയുക എന്നുള്ളതാണ് സർക്കാർ ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം. അപ്പോൾ നമുക്ക് ലഹരിയെ കുറിച്ച് തുടങ്ങാം. എന്താ ലഹരി പറയാമോ?
ലഹരി എന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ കേൾക്കുവാൻ, കാണുവാൻ, ആസ്വദിക്കുവാൻ, വീണ്ടും വീണ്ടും അത്തരത്തിൽ ആസ്വദിക്കുവാനും എല്ലാം ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന്, അത് എന്തു തന്നെയായാലും അത് ലഹരിയാണ്. മൂവാറ്റുപുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MAK ഫൈസൽ നേതൃത്വം നൽകി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AE സിദ്ദിഖ്, പ്രധാനാധ്യാപിക സഫീന A, PTA പ്രസിഡന്റ് ഹസീന ആസിഫ്, ലയൺസ് ക്ലബ് ഭാരവാഹികളായ നീന സജീവ്, ബീന സുരേഷ്, AR ബാലചന്ദ്രൻ, VP സുരേഷ്, S ബാലചന്ദ്രൻ നായർ, അധ്യാപകരായ ഗീതു G നായർ, റഹ്മത്ത് PM, സബിത PE, നൌഫൽ KM തുടങ്ങിയവർ സംസാരിച്ചു. ഉടുമ്പന്നൂർ പഞ്ചായത്തിന് പുറത്ത് താമസിക്കുന്ന CPM പ്രവർത്തകരെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി UDF ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. വോട്ടർ പട്ടികയിലെ അപാകത സംബന്ധിച്ച് ഇടുക്കി ജില്ലാ വാരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും UDF നേതാക്കളായ മനോജ് തങ്കപ്പൻ, PN നൌഷാദ്, ബിജോ ജേക്കബ് എന്നിവർ അറിയിച്ചു. ഉടുമ്പന്നൂരിന് പുറത്ത് മറ്റ് പഞ്ചായത്തുകളിലും ജില്ലകളിലും താമസിക്കുന്ന CPM പ്രവർത്തകരെ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി UDF ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഉടുമ്പന്നൂർ 16-ാം വാർഡ് മെമ്പറായ ശ്രീമോൾ ഷിജുവും കുടുംബവും അമയപ്രയിലെ വീട് വിറ്റ് വണ്ണപ്പുറം ടൗൺ നോർത്ത് വാർഡിൽ വീട് വാങ്ങി താമസം തുടങ്ങിയിട്ട് നാളുകളായി. വണ്ണപ്പുറത്ത് സ്ഥിരതാമസമാക്കിയ ഇവരുടെ വോട്ട് ഒഴിവാക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല. വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയാൽ മെമ്പർ സ്ഥാനം നഷ്ടമാകുമെന്നാണ് സെക്രട്ടറി പറയുന്നത്. കരിമണ്ണൂർ പഞ്ചായത്തിലെ വാർഡ് 9 പന്നൂരിൽ താമസിക്കുന്ന സർക്കാർ ജീവനക്കാരനായ ബിൻഡോ ബി കുറുന്തോട്ടം 5 വർഷം മുൻപ് താമസിച്ചിരുന്ന അമയപ്രയിലെ തറവാട് വീടിന്റെ നമ്പറിലാണ് ഇപ്പോഴും വോട്ട് നിലനിർത്തിയിരിക്കുന്നത്. ഇയാൾ അമയപ്ര വാർഡിലെ BLO ആണെന്ന കാരണം പറഞ്ഞാണ് UDFന്റെ പരാതി സെക്രട്ടറി പരിഗണിക്കാതിരുന്നത്. NGO യൂണിയൻകാരൻ കൂടിയായ ബിൻഡോയും കുടുംബവും കഴിഞ്ഞ 5 വർഷമായി കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂരിലെ സ്ഥിരതാമസക്കാരനാണ്. ഉടുമ്പന്നൂരിലെ 11-ാം വാർഡ് ആയ ചെപ്പുകുളത്ത്, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലും എറണാകുളം ജില്ലയിലെ കലൂരും വെള്ളിയാമറ്റം പഞ്ചായത്തിലും താമസിക്കുന്ന 25ഓളം ആളുകളെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇവരിൽ പലരും 10-15 വർഷങ്ങൾക്ക് മുൻപ് ചെപ്പുകുളത്ത് നിന്നും താമസം മാറിപ്പോയിട്ടുള്ളവരാണ്. വോട്ടർ പട്ടികയിലെ അപാകത സംബന്ധിച്ച് ഇടുക്കി ജില്ലാ ഭരണാധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും UDF നേതാക്കളായ മനോജ് തങ്കപ്പൻ, നൌഷാദ് PN, ബിജോ ജേക്കബ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. ഇടുക്കി ജില്ലാ കേഡറ്റ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. കോളേജ് ബർസാർ ഫാദർ ബെൻസൺ N ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. ആന്റണി ദേവസ്യ അധ്യക്ഷത വഹിച്ചു. 27ാമത് ഇടുക്കി ജില്ലാ കേഡറ്റ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. കോളേജ് ബർസാർ ഫാദർ ബെൻസൺ N ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ ആന്റണി ദേവസ്യ അധ്യക്ഷത വഹിച്ചു. സജി ജോസഫ് സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഒബ്സർവർ മുഹമ്മദ് ഫൈസൽ, തൊടുപുഴ ന്യൂമാൻ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HOD എബിൻ വിൽസൺ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സൈജൻ സ്റ്റീഫൻ എന്നിവർ ആശംസ നേർന്നു. ഇടുക്കി ജില്ലാ തായ്ക്കൊണ്ടോ അസോസിയേഷൻ സെക്രട്ടറി കൃതജ്ഞത രേഖപ്പെടുത്തി. 27ാമത് സംസ്ഥാന കേഡറ്റ് ബോയ്സ് ആൻഡ് ഗേൾസ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന പരിപാടികളാണ്. മത്സരങ്ങൾ ഇനി പുനരാരംഭിക്കും. 70ഓളം കുട്ടികൾ ഇന്നത്തെ മത്സരത്തിലൂടെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ വിജയികളാകുന്നവർക്ക് ഈ മാസം 27-28 തീയതികളിൽ തൃശ്ശൂർ VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഈ മത്സരത്തിൻ്റെ ഒബ്സർവറായി ഇന്നിവിടെ പങ്കെടുക്കുന്നത് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ മുഹമ്മദ് ഫൈസലാണ്. അതുപോലെ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സൈജൻ സ്റ്റീഫൻ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇനി ഒരു സൗഹൃദത്തിന്റെ കഥ. ഉടുമ്പന്നൂർ സ്വദേശി പരീതിക്കയും ഒരു കൂട്ടം പ്രാവുകളും തമ്മിൽ കൂട്ടുകൂടിയിട്ട് ഏകദേശം 15 വർഷം പിന്നിടുന്നു. രാവിലെയും വൈകിട്ടും ടൗണിലെത്തുന്നവർക്ക് ഇവരുടെ സൗഹൃദ സല്ലാപം വേറിട്ട കാഴ്ചയാണ്. ഇതൊരു സൗഹൃദത്തിന്റെ കഥയാണ്. ഉടുമ്പന്നൂർ സ്വദേശി പരീതിക്കയും ഒരു കൂട്ടം പ്രാവുകളും തമ്മിൽ കൂട്ടുകൂടിയിട്ട് ഏകദേശം 15 വർഷം പിന്നിടുന്നു. രാവിലെയും വൈകിട്ടും ടൗണിലെത്തുന്നവർക്ക് ഇവരുടെ സൗഹൃദ സല്ലാപം വേറിട്ട കാഴ്ചയാണ്. ഉടുമ്പന്നൂർ ടൗണിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്ന പരീതിക്കയെ രാവിലെയും വൈകുന്നേരവും കാത്തു നിൽക്കുന്ന കുറച്ചു പേരുണ്ട്. 100ഓളം പ്രാവുകൾ. കഴിഞ്ഞ 15 വർഷക്കാലമായി തുടരുന്ന ഒരു അപൂർവ സൗഹൃദം. ദൂരെ നിന്നും പരീതിക്കയുടെ ഉന്തുവണ്ടി കാണുമ്പോഴേ കൂട്ടമായി ഇവർ പറന്നിറങ്ങും. പിന്നെ ഒരു ബഹളമാണ്. കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന അരി കഴിച്ചു മതിയായ ശേഷമേ മടങ്ങിപ്പോകൂ. ഇതിനിടെ ചിലർ കയ്യിലും തോളിലുമെല്ലാം കയറിയിരിക്കും. ഉടുമ്പന്നൂർ കപ്പിലാങ്കാട്ട് കാരക്കുന്നേൽ പരീത് കഴിഞ്ഞ 15 വർഷമായി ടൗണിൽ ഉപജീവനത്തിനായി കടലയും കപ്പലണ്ടിയും വിൽപ്പന നടത്തി വരുന്നു. ഇദ്ദേഹം കിഡ്നി സംബന്ധമായ രോഗത്താൽ ചികിത്സയിലാണ്. ഒരു ദിവസവും രാവിലെയും വൈകിട്ടുമായി 2 കിലോ അരിയെങ്കിലും വേണം പ്രാവുകൾക്ക്. എങ്കിലും ഇതുവരെയും അത് മുടക്കിയിട്ടില്ല.
എന്നാന്ന് വെച്ചാൽ നമുക്ക് സുഖമില്ല, അവർക്കൊരു ആഹാരം. ഇവിടെ നമുക്കൊന്നുമില്ലെങ്കിലും അങ്ങ് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ അത് അരിവെടുത്ത് വെച്ചിരിക്കുന്നു. അപ്പം ചേട്ടൻ്റെ ഈ ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇതെല്ലാം സെപ്പറേറ്റ് കൊണ്ടുവരുന്നത് അല്ലേ? ഇതല്ലേ അരിയും ഗോതമ്പും അത്യാവശ്യം ഒരു 3-4 കടലയും കൊടുക്കും. ചികിത്സാ സംബന്ധമായി വരാൻ പറ്റാത്ത ദിവസം ഏറെ സങ്കടം തോന്നാറുണ്ടെന്ന് പരീത് പറയുന്നു. എനിക്ക് സുഖമില്ല, എനിക്ക് കിഡ്നി സംബന്ധമായിട്ട് വിഷയമുണ്ട്. അത് കണ്ടില്ലേ, അപ്പോൾ ഞാൻ ഈ കടൽ ഇത് പ്രാവിന് തീറ്റ കൊടുക്കാന്നുണ്ട് 4 വർഷമായി. അപ്പോൾ എനിക്ക് കൊടുത്തില്ല, എനിക്കൊരു വിഷമമാണ് കൊടുത്തില്ലെങ്കിൽ ഇത് കിടക്കുക. അതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന ഈ കാലത്ത് തന്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും സഹജീവികളോട് കാണിക്കുന്ന സ്നേഹവും കരുതലും ഏറെ പ്രശംസനീയമാണ്. വണ്ണപ്പുറത്ത് കാറിന് തീപിടിച്ചു. ഇന്ധനം നിറയ്ക്കാൻ പെട്രോൾ പമ്പിലേക്ക് കയറ്റുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. തീ ആളിപ്പടർന്നതോടെ പെട്രോൾ പമ്പിലും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുമുള്ള ആളുകളെ സ്ഥലത്തു നിന്ന് മാറ്റി. തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വണ്ണപ്പുറത്ത് കാറിന് തീപിടിച്ചു. ഹൈറേഞ്ച് ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. തീ ആളിപ്പടർന്നതോടെ പെട്രോൾ പമ്പിലും സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലുമുള്ളവരെ സ്ഥലത്തു നിന്നും നീക്കി. തൊടുപുഴയിൽ നിന്നും വന്ന കാർ ഇന്ധനം നിറയ്ക്കാൻ പെട്രോൾ പമ്പിലേക്ക് കയറ്റുന്നതിനിടെ നിലച്ചു പോകുകയും നിമിഷങ്ങൾക്കുള്ളിൽ തീ പിടിക്കുകയുമായിരുന്നു. ഏതാനും സമയത്തിനുള്ളിൽ തീ ആളിപ്പടർന്നു. തൊടുപുഴയിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത്. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഭയങ്കരമായിട്ട് പിടിച്ചു ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ വെള്ളി ആചരണത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ നടന്നു. ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുമിത്ത തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഭക്തർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ശരീരത്തിൽ ഉണ്ടാകുന്ന ആളുകൾ നോർമാൽ പുഷ്പാഞ്ജലി മാത്രമാണ്. തൊടുപുഴ മാർക്കറ്റ് റോഡിലെ ഓടയ്ക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നിട്ടും നന്നാക്കുവാൻ തയ്യാറാകാതെ അധികൃതർ. മാർക്കറ്റിനുള്ളിലെ മിക്ക സ്ലാബുകളും തകർന്ന നിലയിലാണ് ഉള്ളത്. വ്യാഴാഴ്ച മാർക്കറ്റിലെത്തിയ ഒരാൾ സ്ലാബ് തകർന്ന് ഓടയിലേക്ക് വീണിരുന്നു. ഇക്കാര്യം നഗരസഭയിൽ അറിയിച്ചിട്ടും അധികൃതർ സംഭവ സ്ഥലത്തെത്തി പ്രശ്നം പരിഹാരം നടത്തുവാൻ തയ്യാറായില്ല എന്നും പരാതി ഉയരുന്നുണ്ട്. ഇന്നലെ ഒരു ഉച്ചയോടുകൂടിയാണ് സംഭവം. നമ്മുടെ ഈ സ്രാവ് ഒടിഞ്ഞിരിയോട് ഒരാഴ്ചയായി. അത് ഇവിടെ തൊട്ടപ്പുറത്തെ കടയിൽ ഒരു സപ്ലൈക്ക് വന്നൊരു ചേട്ടനാണ്. പുള്ളി അറിയാണ്ടത്ത് ചവിട്ടി, പുള്ളി കാലം അതിൻ്റെ ഉള്ളിലേക്ക് പോയി. കാലിന് സാരമായ പരിക്കുണ്ട്. പുള്ളി അത് അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ അപ്പം തന്നെ അസോസിയേഷനിലേക്ക് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. രാജേട്ടൻ അപ്പം തന്നെ ചെയർമാനെയും വിളിച്ചു പറഞ്ഞു. പക്ഷേ ഇത്ര നേരമായിട്ടും
ഒരു നടപടി ഉണ്ടായിട്ടില്ല. ആരും വന്ന് നോക്കാൻ പോലും വന്നിട്ടില്ല. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ ടെസി വിൽസൺ തെരഞ്ഞെടുക്കപ്പെട്ടു. വോട്ടെടുപ്പിൽ ടെസിക്കും LDF-ലെ MM സന്തോഷ് കുമാറിനും 7 വോട്ടുകൾ വീതം ലഭിച്ചു. തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് ടെസി വിൽസൺ തെരഞ്ഞെടുക്കപ്പെട്ടത്. UDF നേതാക്കളായ ജോൺ നെടിയപാല, ബ്ലെയ്സ് ജി വാഴയിൽ, ജീസ് ആയുത്തുപാടം, ജോസ് കുന്നപ്പള്ളി, സക്കീർ തുടങ്ങിയ വിവിധ നേതാക്കളും മെമ്പർമാരും വൈസ് പ്രസിഡന്റിനെ അഭിനന്ദിച്ചു. ഇന്ന് അപ്രതീക്ഷിതമായിട്ടാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ തിരഞ്ഞെടുത്തത്. നറുക്കെടുപ്പിലൂടെ, അതായത് തുല്യമായിട്ടായിരുന്നു വോട്ട് വന്നത്. പക്ഷേ നറുക്കെടുപ്പിലൂടെ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒത്തുചേർന്നപ്പോൾ നറുക്കെടുപ്പ് വീണു. അങ്ങനെ ഞാൻ കരിമണ്ണൂരിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. ഇനി അധിക കാലമൊന്നുമില്ല, ഏതാണ്ട് ഒരു 2 മാസത്തോളം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഈ പഞ്ചായത്തിൻ്റെ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ പരിപൂർണമായും എൻ്റെ പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഈ പഞ്ചായത്തിനെ ഏറ്റവും ഉന്നതിയിലേക്ക് നയിക്കുന്നതിന് എൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ UDF-ൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് കരിമണ്ണൂർ പഞ്ചായത്തിൽ ഇന്ന് ടെസി വിൽസനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ടെസി വിൽസന് എല്ലാവിധ ഭാവങ്ങളും അനുമോദനവും അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ടെസി വിൽസന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. UDF കമ്മിറ്റി അംഗങ്ങൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത് ഇതിൻ്റെ ഒരു വിജയമാണ് ഈ നറുക്കെടുപ്പിലൂടെ ഇവിടെ കണ്ടത്. എല്ലാവിധ ആശംസകളും ടെസി വിൽസന് നേർന്നുകൊണ്ട് നിർത്തുന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ടെസി വിൽസന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ UDF അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ചുരുങ്ങിയ കാലം നല്ല സേവനം നടത്തുന്നതിന് ടെസി കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയാണ്. ഈ അവസാന നിമിഷമാണെങ്കിലും വൈസ് പ്രസിഡന്റായിട്ട് ടെസി വിൽസനെ തിരഞ്ഞെടുത്തത് UDF-നും കേരള കോൺഗ്രസ് പാർട്ടിക്കും അഭിമാനകരമായ നേട്ടമായി മാറിയിരിക്കുകയാണ്. ഈ നമ്മുടെ പാർട്ടി കരിമണ്ണൂരും മറ്റു പ്രദേശങ്ങളിലും വളരുവാൻ ഇത് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീമതി ടെസി വിൽസൺ ഏറെക്കാലമായിട്ട് നമ്മളെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു പോസ്റ്റാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. ഇന്ന് അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ പഞ്ചായത്തിലെ ഒത്തിരി വികസന കാര്യങ്ങൾ ചെയ്യാനില്ല, സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും അതിൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം ഉപയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. അങ്ങനെ തന്നെ ചെയ്ത് നല്ല രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ശ്രീമതി ടെസി വിൽസന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട UDF സ്ഥാനാർത്ഥി ടെസി വിൽസന് എല്ലാവിധ ആശംസകളും നേരുന്നു. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് A. രാജ MLA അറിയിച്ചു. പെട്ടിമുടി മുതൽ ഇഡലിപ്പാറക്കുടി വരെയുള്ള 5 കിലോമീറ്റർ റോഡ് നിർമ്മാണം നിലവിൽ പൂർത്തിയായി. ഇനി 2 കിലോമീറ്റർ റോഡ് നിർമ്മാണമാണ് പൂർത്തിയാകാനുള്ളത്. റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വനംവകുപ്പ് തടസ്സം നിന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 2 മാസം കൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് ഏകദേശം 5 കിലോമീറ്ററായി. ഇനി ബാലൻസ് ഉള്ള 2 കിലോമീറ്ററാണ് ആദ്യത്തെ റീച്ച് എന്ന് പറയുമ്പോൾ എടലിപ്പാറക്കുടി വരെ. ഈ എടലിപ്പാറക്കുടി വരെ ഉള്ള റോഡ് 2 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ ഇന്നിപ്പോൾ പങ്കെടുത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ പങ്കെടുത്തു. PWD ഇംപ്ലിമെൻറ്റിംഗ് മാത്രമാണ്, പണം കൊടുത്തിരിക്കുന്നത് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിക്കാനുള്ള ഇടപെടൽ നടത്തണം. സാധാരണ അവിടെ മെറ്റീരിയൽ കൊണ്ടുപോകുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സം എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പകൽ സമയങ്ങളിൽ അവർ കയറ്റിവിടാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണമാണ് റോഡ് പണി താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കമ്പനിയുടെ തീരുമാനം എന്നുള്ള നിലയ്ക്ക് ഫോറസ്റ്റ് ഒരു രീതിയിലും തടസ്സം ഉണ്ടാക്കരുത്. പകൽ സമയത്താണെങ്കിൽ പോലും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ട് മെറ്റീരിയൽ അവിടെ എത്തിക്കുക. എത്രയും പെട്ടെന്ന് ആദ്യത്തെ കുടി വരെ 2 മാസത്തിനുള്ളിൽ എടലിപ്പാറക്കുടി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് പണി പൂർത്തിയാക്കണമെന്നാണ് ഇന്നത്തെ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂലമറ്റം കോട്ടമല റോഡിന്റെയും അറക്കുളം പഞ്ചായത്തിലെ ഈ വർഷത്തെ വിവിധ പദ്ധതികളുടെയും നിർമ്മാണ ഉദ്ഘാടനം 13-ന് മൂലമറ്റത്ത് നടത്തുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴയിലുള്ള ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ വളർന്നു നിൽക്കുന്ന വൻമരം അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന് ആരോപണം.
ഇടുക്കി ജില്ലാ കേഡറ്റ് തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പ് തൊടുപുഴ ന്യൂമാൻ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. കോളേജ് ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മാർക്കറ്റ് റോഡിലെ ഓടയ്ക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നിട്ടും നന്നാക്കുവാൻ തയ്യാറാകാതെ അധികൃതർ. പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.